മൻമോഹൻ സിംഗ് വന്നപ്പോഴാണ് ഈ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ സംവിധാനം ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വവാദികളുടെ ഇംഗിതത്തിന് വഴങ്ങിയാണ് അന്ന് മൻമോഹൻ സിംഗ് ഇത് കൊണ്ടുവന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് വിലക്കയറ്റത്തിൻ്റെ അങ്ങ് ഉച്ചകോടിയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. അന്ന് മുതൽ തുടങ്ങിയതാണ് ആഗോളവൽക്കരണ ഉദാരവൽക്കരണം. അതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തം എന്ന് പറയുന്ന അമേരിക്കയിൽ 1 കിലോ അരിക്ക് എന്തു വിലയുണ്ട്? അവിടെ 60 രൂപ വിലയുണ്ടെങ്കിൽ ഇന്ത്യയിലും 60 രൂപ. അതേപോലെ തന്നെ ഭൂട്ടാനിൽ 60 രൂപ, നേപ്പാളിൽ 60 രൂപ. ഇങ്ങനെ വരും. അത് മുതൽ തുടങ്ങിയതാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൻ്റെ പരിണിത ഫലം അവർക്ക് അത് അറിയാം. ഇത് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഉള്ള കാര്യം കൂടെ പറയണം. മൻമോഹൻ സിംഗ് ഇവിടെ ഭരിക്കുന്ന കാലത്ത് നമ്മുടെ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയം നമ്മുടെ ഇന്ത്യയിൽ നടപ്പാക്കി. ശ്രീമതി ഗാന്ധി, പിന്നെ നെഹ്റു കുടുംബത്തിനുള്ള ശ്രീമതി ഗാന്ധിയൊക്കെ ഇരുന്നപ്പം നമ്മൾ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയത്തെ അവർ നികശതാന്തം എതിർത്തിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മൻമോഹൻ സിംഗ് വന്നപ്പോഴാണ് ഈ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ സംവിധാനം ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വവാദികളുടെ ഇംഗിതത്തിന് വഴങ്ങിയാണ് അന്ന് മൻമോഹൻ സിംഗ് ഇത് കൊണ്ടുവന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് വിലക്കയറ്റത്തിൻ്റെ അങ്ങ് ഉച്ചകോടിയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. അന്ന് മുതൽ തുടങ്ങിയതാണ് ആഗോളവൽക്കരണ ഉദാരവൽക്കരണം. അതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തം എന്ന് പറയുന്ന അമേരിക്കയിൽ 1 കിലോ അരിക്ക് എന്തു വിലയുണ്ട്? അവിടെ 60 രൂപ വിലയുണ്ടെങ്കിൽ ഇന്ത്യയിലും 60 രൂപ. അതേപോലെ തന്നെ ഭൂട്ടാനിൽ 60 രൂപ, നേപ്പാളിൽ 60 രൂപ. ഇങ്ങനെ വരും. അത് മുതൽ തുടങ്ങിയതാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൻ്റെ പരിണിത ഫലം അവർക്ക് അത് അറിയാം. അതേപോലെ തന്നെ ഈ സാധാരണക്കാരായ ഞങ്ങൾ, ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഞങ്ങൾ സമ്പന്നരൊന്നുമല്ല. അന്നന്ന് കിട്ടി അന്നന്ന് ഉപജീവന മാർഗം നടത്തുന്നവരാ കേട്ടോ. മിക്കവാറും ഉള്ള തൊഴിലാളികൾക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ല, വീടില്ല. അവർ ഒരു മുറി, ഒരു അടുക്കളയും വേണമെങ്കിൽ 3000-4000 രൂപ കൊടുക്കണം. ഒരു ഓട്ടോറിക്ഷയായിട്ട് ഇറങ്ങിയാൽ അത് പിന്നെ 2 കുട്ടികളുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കണം. അവർക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കണം, ബുക്ക് വേണം, തുണി വേണം, ഇതെല്ലാം വേണം. അതേപോലെ തന്നെ ഒരു വയസ്സായ അച്ഛൻ കാണും, അല്ലെങ്കിൽ അമ്മ കാണും. ചിലപ്പോൾ 2 പേരെയും നോക്കേണ്ട ആ മോൻ്റേതായിരിക്കും. പിന്നെ അവരെ കാര്യം, ഇതിനിടയ്ക്ക് വരുന്ന ചാവ് ചാക്കാല കല്യാണം, മറ്റു കാര്യങ്ങൾ, ഇതിനെല്ലാം ഈ മുക്കച്ചക്ര വാഹനം ഓടിച്ച് വേണം ഈ തൊഴിലാളി ജീവിക്കാൻ.